നമ്മളുടെ സംസ്ഥാനത്തെ ഗാർഹിക പാചകവാതകം കൈകാര്യം ചെയ്യുന്ന ഉപയോഗിക്കുന്ന എല്ലാ അമ്മമാരും സ്ത്രീകളും അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നവരെല്ലാം മറക്കാതെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രധാനമന്ത്രിയുടെ കുറച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് ഈ സമയത്ത് നൽകുകയാണ്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് ഇനി മുതൽ സബ്സിഡി വേണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഈ കാര്യങ്ങൾ വേഗം പൂർത്തിയാക്കുക. കാരണം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്നതിന് നിർബന്ധമാക്കിയിരുന്നു. അതിൻ്റെ അവസാന തീയതികൾ കൂടി ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യമായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ത്യൻ ആയിക്കോട്ടെ, HP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭാരതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ, ഇത്തരം ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ പലർക്കും, അതായത് നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന സബ്സിഡി പ്രോഗ്രാമിൽ ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതായത് അവരുടെ റേഷൻ കാർഡ് ഒരുപക്ഷെ BPL AY ഒക്കെ ആവാനും സാധ്യതയുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡുള്ള സ്ത്രീകളൊക്കെ ആയിരുന്നു ഈ പദ്ധതിയിലേക്ക് ചേർക്കപ്പെട്ടവർ. അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രതിമാസം ഗ്യാസ് സിലിണ്ടറിനോടൊപ്പം തന്നെ സബ്സിഡി കൂടി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. ഏകദേശം 550 രൂപയിൽ അവർക്ക് ഗ്യാസ് സിലിണ്ടർ അവരുടെ വീടുകളിലേക്ക് ലഭ്യമാകുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ബാക്കി തുക 300 രൂപയോളമാണ് പ്രതിമാസം സബ്സിഡി ആയിട്ട് ലഭിക്കുക. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ്. നിലവിൽ 12 മാസത്തേക്കുള്ള സിലിണ്ടറിനും സബ്സിഡി ഇല്ല. 9 സിലിണ്ടറുകൾക്ക് വരെയായിരിക്കും സബ്സിഡി ലഭിക്കുക. 10ാമതൊരു സിലിണ്ടർ ഒരു സാമ്പത്തിക വർഷം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുക പൂർണ്ണമായിട്ടും നമ്മളുടെ കൈവശം തന്നെ ഉണ്ടാവണം. അത് കൊടുക്കേണ്ടതായിട്ട് വരും. സബ്സിഡി അക്കൗണ്ടിൽ കയറുകയുമില്ല. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 9 സിലിണ്ടറുകൾക്ക് വരെയായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് നൽകുക. ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ സബ്സിഡി കയറാതെ വരുന്നത് ആ കാരണങ്ങളാലായിരിക്കും. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാം. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് അല്ല എങ്കിൽ നമ്മളുടെ ബാങ്ക് ശാഖയിൽ എത്തിച്ചേർന്ന് തന്നെ ആധാറുമായിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്നതുമായിരിക്കും. അതുമാത്രമല്ല, ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം. അതായത് മസ്റ്ററിംഗ് പോലുള്ള കാര്യമാണ്. അതായത് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നും ആ ഉപയോക്താവിന് എല്ലാ അർഹത അല്ലെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് എന്നും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം. നമ്മുടെ ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക്, ആധാർ, അതോടൊപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകും. അതുമായിട്ട് എത്തിച്ചേർന്ന് വേണം നമ്മുടെ ഏജൻസിയിലെത്തിയോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഏജൻസിയുടെ വാഹനം വരുന്ന സമയത്ത് വാഹനത്തിൽ സൗകര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി. 2026 മാർച്ച് മാസം 30-ാം തീയതിക്ക് മുൻപ് ഇത് പൂർത്തിയാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഈ സബ്സിഡി ആനുകൂല്യങ്ങൾ നിർത്തുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് മറ്റ് സബ്സിഡി മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന എന്നാൽ ഇപ്പോൾ ലഭിക്കാത്ത എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമുക്കിനി തുടർന്ന് അങ്ങോട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന്, അതോടൊപ്പം തന്നെ അതായത് ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നതിന്, നമ്മളുടെ വീടിന് ലഭിക്കുന്നതിന്, അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതിന്, ഇതുകൂടാതെ തന്നെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അത്തരം നേട്ടങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാത്തരം ഈ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പാചകവാതകവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരം അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതോടൊപ്പം നമുക്ക് സേവനങ്ങൾ ലഭ്യമാകുന്നതിനും ഇലക്ട്രോണിക് KYC നമ്മളും പൂർത്തീകരിക്കണം. ഇതുവരെ പൂർത്തീകരിക്കാത്ത നിരവധി ആളുകളുണ്ട്. ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി. അത് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ബന്ധപ്പെട്ട ഏജൻസിയിൽ നേരിട്ട് എത്തിപ്പോയി ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ്റെ ഉടമ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷം പുതിയ ആളുടെ പേരിൽ ഈ KYC പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത ശേഷം ഈ KYC പൂർത്തീകരിക്കുകയും വേണം. എങ്കിലേ തുടർന്ന് നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുമുള്ളൂ. അപ്പോൾ പിന്നീട് നമുക്ക് റീഫില്ലൊക്കെ ഗ്യാസ് കണക്ഷൻ റീഫില്ല് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈ KYC എല്ലാവരും പൂർത്തീകരിച്ചേ മതിയാകൂ. പക്ഷേ ഇത്തരത്തിൽ സബ്സിഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗ്യാസ് ഉപയോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.